അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്ന് വാട്ട് അബൌട്ട്, ഹൗ അബൌട്ട് ഇതാണ് നോക്കുന്നത്. എപ്പോഴും നിരന്തരം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന രണ്ട് പ്രയോഗങ്ങളാണ് വാട്ട് അബൌട്ട്, ഹൗ അബൌട്ട്. ഇവ പല കോണ്ടെക്സ്റ്റുകളിലും ഇൻ്റർചേഞ്ചബിൾ ആണ്. നമുക്ക് മാറി മാറി പ്രയോഗിക്കാം, അർത്ഥവ്യത്യാസമില്ലാതെ തന്നെ. പക്ഷേ ചിലയിടത്ത് അത് പറ്റില്ല. അതാണ് നമ്മളിതിൽ നോക്കുന്നത്. ഒരു കാര്യം നിർദ്ദേശിക്കാനായിട്ട് നമുക്ക് ഹൗ അബൌട്ട്, വാട്ട് അബൌട്ട് രണ്ടും യൂസ് ചെയ്യാം. ഷീസ് ഇൻ ടൗൺ. ഹൗ അബൌട്ട് മീറ്റിംഗ് ഹർ. ഷീസ് ഇൻ ടൗൺ. വാട്ട് അബൌട്ട് മീറ്റിംഗ് ഹർ. അവൾ ടൗണിലുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. മീറ്റിംഗ് ഹർ. വാട്ട് അബൌട്ട് മീറ്റിംഗ്. ഹൗ അബൌട്ട് മീറ്റിംഗ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ ഏകദേശം ഇതേ മീനിങ് വരുന്ന ലെറ്റ്സ് മീറ്റ് ഹർ അങ്ങനെയും പറയാം. ഐ എം ടയർഡ്. ഹൗ അബൌട്ട് സ്റ്റേയിങ് ഹോം. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. നല്ല ക്ഷീണമുണ്ട്. വീട്ടിൽ തന്നെ തങ്ങിയാലോ. വാട്ട് അബൌട്ട് സ്റ്റേയിങ് ഹോം. രണ്ട് രീതിയിലും പറയാം. പിന്നെ മറ്റു രീതിയിൽ പറയും ലെറ്റ്സ് സ്റ്റേ ഹോം. ഇനി നമുക്ക് വീട്ടിൽ തങ്ങിയാലോ എന്നുള്ളത് ഹൗ അബൌട്ട് വി സ്റ്റേ ഹോം അങ്ങനെ പറയാം. ആ വി വന്നാൽ പിന്നെ ING അല്ല. പക്ഷെ കൂടുതലും പറയുന്നത് കേൾക്കുക ING ചേർന്ന ഫോമാണ്. വാട്ട് അബൌട്ട് ടേക്കിംഗ് എ ക്യാബ്. വി ആർ ലേറ്റ്. വാട്ട് അബൌട്ട് ടേക്കിംഗ് എ ക്യാബ്. ഒരു നിർദ്ദേശമാണ്, സജഷനാണ്. ഹൗ അബൌട്ട് ടേക്കിംഗ് എ ക്യാബ്. രണ്ട് രീതിയിലും പറയാം. ലെറ്റ്സ് ടേക്ക് എ ക്യാബ്. അത്തരമൊരു കോണ്ടെക്സ്റ്റിൽ അങ്ങനെയും പറയാം. നമുക്കൊരു ടാക്സി പിടിക്കാം. ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഹൗ അബൌട്ട്, വാട്ട് അബൌട്ട് രണ്ടും അർത്ഥവ്യത്യാസമില്ലാതെ യൂസ് ചെയ്യാം. verb പ്ലസ് ING. ഇനി ഒരു കാര്യത്തിനൊപ്പം മറ്റൊന്നുകൂടി ചേരുന്നുണ്ടോ, ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട്. ഐ വർക്ക് അറ്റ് എ ബാങ്ക്. ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് യു. നിങ്ങളെവിടെയാണ്. ഹൗ അബൌട്ട് യു. നിങ്ങളുടെ കാര്യത്തിലോ. രണ്ടും യൂസ് ചെയ്യാം. ഐ ലൈക്ക് ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വാട്ട് അബൌട്ട് യു. നിങ്ങൾക്കോ. ഹൗ അബൌട്ട് യു. നിങ്ങൾക്കോ. ഇവിടെയും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. ഐ ഹേർഡ് ഷീ ഈസ് കമ്മിങ്. വാട്ട് അബൌട്ട് ഹെർ കിഡ്സ്. ഞാൻ കേട്ടു അവൾ വരുന്നു എന്ന്. അവളുടെ കുട്ടികളും വരുന്നുണ്ടോ, കൂടെ വരുന്നുണ്ടോ, ഒപ്പമുണ്ടോ. അതാണ് വാട്ട് അബൌട്ട് ഹെർ കിഡ്സ്. ഹൗ അബൌട്ട് ഹെർ കിഡ്സ്. അവളുടെ കുട്ടികളുടെ കാര്യമോ. അവരും വരുന്നുണ്ടോ. അവിടെ യൂസ് ചെയ്യാം. അത് ഇൻ്റർചേഞ്ചബിളാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു പ്രശ്നത്തെ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാനായിട്ട് നമ്മൾ വാട്ട് അബൌട്ട് മാത്രമാണ് യൂസ് ചെയ്യുക. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ബട്ട് വാട്ട് അബൌട്ട് ദ കിഡ്സ്. പക്ഷെ കുട്ടികളുടെ കാര്യം എന്താണ്, എങ്ങനെയാണ്. കുട്ടികളെ എന്ത് ചെയ്യും. ബട്ട് വാട്ട് അബൌട്ട് ദ കിഡ്സ്. ഇവിടെ ഹൗ അബൌട്ട് ദ കിഡ്സ് പാടില്ല. ലെറ്റ്സ് ഗോ ഓൺ എ ട്രിപ്പ്. വാട്ട് അബൌട്ട് ദ ഡോഗ്. ട്രിപ്പിന് പോവാം, അതൊക്കെ ഓക്കെ. പക്ഷേ പട്ടിയുടെ കാര്യം എന്തു ചെയ്യും. വാട്ട് അബൌട്ട് ദ ഡോഗ്. ലെറ്റ്സ് ടേക്ക് ദ സ്റ്റെയർസ്. നമുക്ക് ഗോണിപ്പടി കയറിപ്പോവാം. വാട്ട് അബൌട്ട് ഗ്രാൻഡ് പാ ആൻഡ് ഗ്രാൻഡ് മാ. പക്ഷെ ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മയും അവരെന്ത് ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വാട്ട് അബൌട്ട് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒഴിച്ച് ബാക്കി മിക്കയിടങ്ങളിലും ഇത് ഇൻ്റർചേഞ്ചബിളാണ്. മാറി മാറി യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. സ്റ്റേ ഓസം.